ഒരുപാട് പേര് പറയുന്നുണ്ട് സാബുമോൻ അവിടെ 5 സ്റ്റാർ ആണെങ്കിൽ നൂറ പിന്നെ എന്താണ് 7 സ്റ്റാറോ? അതെ, നൂറയും ശരിക്കും പറഞ്ഞാൽ അത്ര ആക്റ്റീവ് അല്ല. റെന ഫാത്തിമ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നൂറയും ആദിലയും 2 മത്സരാർത്ഥികളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് മാത്രമാണ് നൂറ ഏറ്റവും നന്നായിട്ട് ആക്റ്റീവായിട്ട് മുന്നോട്ട് വന്നത്. അതുവരെ ആദിലയായിരുന്നു നല്ല ആക്റ്റീവായിട്ട് നിന്നിരുന്നത്. പക്ഷെ നൂറ ആക്റ്റീവായിട്ട് മുന്നോട്ട് വന്ന് നൂറ കുറെ അധികം ടാസ്കിലും അല്ലെങ്കിൽ വഴക്കിലും ഒക്കെ നന്നായിട്ട് ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോഴത്തേക്കും ആദിലയുടെ ഗ്രാഫ് കുത്തനെ താഴോട്ട് പോയി. അങ്ങനെ പോയി അതിനുശേഷം പിന്നെ ആദില കയറി വരുന്നത് ഈ പറഞ്ഞ അനീഷിനെ ചൊറിഞ്ഞുകൊണ്ടാണ് ആദിലയുടെ ഗ്രാഫ് ഒന്ന് ഉയർന്നത്. പക്ഷേ റെന ഫാത്തിമ എവിക്റ്റ് ആയി പോയി, ജിസേൽ എവിക്റ്റ് ആയി പോയി. അപ്പോഴത്തേക്കും ഈ നൂറ എന്ന് പറയുന്ന വ്യക്തി ആദിലയുടെയും അനുമോളുടെയും ഒരു സൗഹൃദം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പിക്നിക്കിന് പോയി അവരുമായിട്ട് അടിച്ചു പൊളിക്കുന്നു എന്ന ഫീലിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ളത് 100% സത്യമാണ്. അത് അക്ബർ പറഞ്ഞു എന്നുള്ളത് ലാലേട്ടൻ അവിടെ അത് എടുത്തു ചോദിച്ചത് പോലും ഈ പറയുന്ന ഒരു കാര്യം കൊണ്ട് സത്യമായതുകൊണ്ടാകാം എന്നൊരു തോന്നലും എനിക്ക് വന്നു. അത് ചിലപ്പോൾ ലാലേട്ടൻ ചോദിച്ചത് അങ്ങനെ സത്യമായിട്ട് അവർക്ക് തോന്നിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നൂറ അത്ര ആക്റ്റീവ് അല്ല ഇപ്പോൾ. പക്ഷെ ഇപ്പൊ ലൈവില് നൂറയും ആദിലയും കൂടെ ആയിട്ട് കണ്ടിന്യൂസ്ലി അവർ രണ്ടുപേരും മാത്രം ഊഞ്ഞാലിലിരുന്ന് ആടി 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 സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലൈവിൽ നടന്ന ഒരു സംഭാഷണം എന്ന് പറയുന്നത് നൂറയോട് ആദില ഉപദേശിക്കുകയാണ്, നീ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ് അല്ല, നീ പഴയ പോലെ എല്ലാവരുടെയും കാര്യങ്ങളിലൊന്നും അങ്ങനെ അഭിപ്രായം പറയാനോ, നീ ഒരു വിഷയം നടക്കുമ്പോൾ ആ വിഷയത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സംസാരിക്കാനൊന്നും വരുന്നില്ല. ടാസ്ക് ഒക്കെ നിന്ന് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. നീ ആ കാർത്തുമ്പിയുടെയൊക്കെ നീ ചെയ്തല്ലോ, അതെനിക്ക് ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും കാണണം, അത്ര അടിപൊളിയായിരുന്നു, എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ നിനക്ക് കുറച്ച് ക്യൂട്ട്നെസ്സും സൗന്ദര്യവും ഒക്കെ ഉള്ളത് കൊണ്ട് നീ പിടിച്ചു നിൽക്കുന്നു എന്നൊരു സംഭാഷണം കൂടി ഇവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ ആദില നൂറയെ കുറിച്ച് നൂറയോട് ഇങ്ങനെ പറയുകയാണ്. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ടൊന്ന് ഇഷ്ടപ്പെട്ടു. പക്ഷെ നൂറ ഇത് കേട്ടിട്ട് നൂറ ആദിലയോട് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ചെയ്യുന്നതൊന്നും നിങ്ങൾ ആരും കാണുന്നില്ല, ഞാൻ എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട്, ഞാൻ ടാസ്കിൽ ഇടപെടുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, എല്ലായിടത്തും സംസാരിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങളാരും കാണാത്തത് എന്നിങ്ങനെ നൂറ കുറച്ച് ട്രിഗേർഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ആദില അതിനെ വളരെ സമാധാനത്തോടുകൂടി ആദില അത് കേട്ടിട്ട് വീണ്ടും പറയുന്നുണ്ട്, ബേബി ഇത് സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ അടുത്ത് ഈ ഒരു തമാശയും ചില്ലായിട്ട് കൂളായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നത് പോലെയാണ് ഒരു വിഷയം നടക്കുമ്പോൾ ആ ഒരു പ്രശ്നത്തിനകത്തൊന്നും നൂറയുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ല എന്ന് ആദില പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴും നൂറ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് നൂറ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് തുടർച്ചയായിട്ട് ഇവിടുന്ന് എവിക്റ്റായി പോയിട്ടുള്ള എല്ലാവരടുത്തും സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നത് പുറത്ത് ഇതിനകത്ത് ഇപ്പം മത്സരാർത്ഥികൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബിന്നി ഇപ്പം ഔട്ട് ആകും, ബിന്നി ഇപ്പൊ ആക്റ്റീവ് അല്ല, ബിന്നി ആയിരിക്കും എവിക്റ്റ് ആകുന്നത് എന്ന് അവിടെ ഇവിടെ ഇരുന്ന് പൂച്ചം പറഞ്ഞ് ഇപ്പൊ ഇവർക്ക് ഒരു ഫാൻസ്, ഇവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് പുറത്തൊരു ഫാൻസ് ഉണ്ടാവുമല്ലോ, അവരുടെ അടുത്തേക്ക് അത് ഇൻഫ്ലുവൻസ്ഡ് ആയി രജിസ്റ്റേർഡ് ആയി വരുമ്പോൾ അവർ വോട്ട് കുറച്ച് അവരെ ഔട്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവരെല്ലാവരും ആരാണോ ആക്റ്റീവ് അല്ലാത്തതെന്ന് അവർ തന്നെ പറഞ്ഞ് കേൾപ്പിച്ച് രജിസ്റ്റേർഡ് ആക്കി ഇൻഫ്ലുവൻസ്ഡ് ആക്കി ഔട്ട് ആക്കുകയാണ് ചെയ്യുന്നത് എന്ന് നൂറ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം സത്യമാണോ? അങ്ങനെയാണെങ്കിൽ സാബുമോൻ എന്നേ ഔട്ടായേനെ. സാബുമോൻ ഒട്ടും ആക്റ്റീവ് അല്ല എന്ന് പറയുന്നെങ്കിലും സാബുമോൻ ഇപ്പം ഓരോ വീക്ക് കഴിയുമ്പോഴും ഫാൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആക്റ്റീവായിട്ട് നിൽക്കാത്തത് കൊണ്ടല്ല, പകരം ഒരു വിഷയത്തിൽ നിൽക്കുന്ന രീതി കണ്ടിട്ടാണ്. വളരെയധികം ശ്രദ്ധയോടെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നു, കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, പക്ഷേ പ്രതികരിക്കുന്നത് വളരെ കുറവാണ്, സമാധാനത്തോടെ പ്രതികരിക്കുന്നു. അങ്ങനെയും ഒരു വേ ഉണ്ട് എന്നുള്ളത് ബിഗ് ബോസ് ചരിത്രത്തിൽ കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് സാബുമോൻ. അപ്പോൾ സാബുമോൻ ആ ഒരു ഫാൻസ് ഉണ്ടായി വന്നു. പക്ഷെ നൂറ എന്ന് പറയുമ്പം ആളുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ആദ്യം കുറച്ചധികം റിയാക്ട് ഒന്നും ചെയ്യാതെ നൈസായിട്ട് സേഫ് ഗെയിം കളിച്ച് പോയിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു, പിന്നെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാൻ തുടങ്ങുന്നു, ഉറക്കെ സംസാരിക്കാൻ തുടങ്ങുന്നു, വഴക്കടിക്കുന്നു, പിന്നെ വീണ്ടും കൂട്ടുകൂടി എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നു. ഇപ്പൊ ആ ഒരു ഗ്രാഫിൽ നിന്നും ഒരു വിഷയത്തിനും പ്രതികരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നൂറ എത്തിയിട്ടുണ്ട്. സോ അടുത്ത ആഴ്ചത്തെ ഒരു കാര്യം നിർണായകമാണ്. ഒന്നുകിൽ നെവിൻ അല്ലെങ്കിൽ നൂറ എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്, അല്ലാതെ വേറെ ആരായിരിക്കും ഔട്ടാവുക? ഏതായാലും ശരി, നൂറ ആക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നൂറ ഇപ്പോൾ ആക്റ്റീവ് അല്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.